ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മളുടെ വീഡിയോ ഈ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ്. സ്നേക്ക് പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഒന്നോ രണ്ടോ പോട്ടൊക്കെ സ്നേക്ക് പ്ലാന്റ് കാണും. ഇഷ്ടമുള്ള ചെടിയാണ്, പരിചരണം കുറച്ച് മതി, നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ ഇതിനൊരു നമ്മൾക്ക് വേറെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ സ്നേക്ക് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ചെടി ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലതാണ്. നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്താലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, ഈ ചെടിയിലെ ഇലകളിലൊക്കെ നിറയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ സുഷിരങ്ങളുണ്ട്. നിറയെ സുഷിരങ്ങളാണ്. രാത്രി കാലങ്ങളിൽ ഈ സുഷിരങ്ങളിലൂടെ ഈ ചെടി ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണത് ഇൻഡോർ പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ കുറവ് നികത്തിത്തരാൻ ഈ ചെടിക്ക് കഴിയും. എന്നാൽ ഇതിനൊരു കുറവുണ്ട്. ഈ ചെടിക്ക് പൂക്കൾ കുറവാണ്. അപ്പോൾ ഞാനൊരു ചെടി പൂക്കളൊക്കെ നിറയെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ എന്നെ അറിയിക്കണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചെടിയുടെ പൂക്കൾ ഞാൻ ആർട്ടിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കവുങ്ങിൻ പാളയുടെ ഉള്ളിലുള്ള ആ വെള്ളപ്പാളിയായിട്ടുള്ളൊരു സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലുണ്ട്. ആ പാളികൾ, വെള്ളപ്പാളികൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാനതിന് കുറച്ച് കളർ ചെയ്തു എന്ന് മാത്രം. ഇതും കവുങ്ങിൻ പാള കൊണ്ടുണ്ടാക്കിയ പൂക്കളാണ്. ഇതിന് ലൈറ്റ് ഷെയ്ഡ് പിങ്ക് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. പൂക്കളുള്ള ചെടിയാണോ ഇല്ലാത്ത ചെടിയാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം.